പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സാന്റിയാഗോയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. ഇന്ന് മോൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോ അവിടുത്തെ ഗ്രാജുവേഷൻ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്രാജുവേഷനും അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ക്യാമ്പസ് ടൂറും അത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ക്യാമ്പസ് കാണാൻ ഇഷ്ടമുള്ളവരും ഗ്രാജുവേഷൻ ഡേ കാണാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഇത് നമ്മുടെ എനിക്ക് രാജേഷേട്ടന് ഞങ്ങൾക്കൊക്കെ ക്യാമ്പസിലെ പിള്ളേരുടെ ലൈഫും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മൾ രാവിലെ 7:30 ആയപ്പം ഇവരുടെ കൂടെ തന്നെ ഞാനും ഇറങ്ങി. കാരണം അവിടെ നമുക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അവരുടെ ഫുൾ വീഡിയോ എടുക്കാനും ശരിക്കും കാണാനും പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് വലിയ സ്ക്രീൻസ് വെച്ചിട്ടുണ്ട്. ഇത് ആ ബ്രിഡ്ജാണ് കേട്ടോ. ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്ന കാണാം. അപ്പോൾ എല്ലാ പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ് ആണ്. കാരണം ഇവരുടെ ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു സെറിമണിയാണല്ലോ. നമ്മളുടെ കോളേജുകളിലേക്കാളും കൂടുതൽ ഇവിടുത്തുകാർ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് ഇന്ന് ഗ്രാജുവേഷൻ ഡേ എന്ന് പറയുന്നത്. പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ വന്ന് അവർക്കൊരു ബിഗ് ഡേ ആയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് മോൻ്റെ കൂടെ തന്നെ പോവാണ്. വെയിൽ ഭയങ്കരമാണ് കേട്ടോ. അന്നത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഫുൾ ടാനിങ് കിട്ടി കേട്ടോ. ഞാൻ സാരിയൊക്കെ ഉടുത്തുകൊണ്ട് പോയി. അത് കാരണം സാരി ഉടുക്കുന്ന ഭാഗം മാത്രം വയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാൻ ആയിട്ടുണ്ട്. ഫുൾ ടാൻ ആയേക്കാണ് കേട്ടോ, കൈയും പുറവും ഒക്കെ. ഇത് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ ഹൗസിങ് ഏരിയ ആണ് കേട്ടോ. അതായത് ഹോസ്റ്റൽ ഏരിയ ആണ്. വീട് പോലെ തന്നെ ഓരോരോ അതിനകത്ത് 3-4 പിള്ളേരാണ് താമസിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടെ മിക്ക പിള്ളേരും നടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടിയിലും മറ്റേ സൈക്കിളിലും ഒക്കെ. ഇലക്ട്രിക് സ്കൂട്ടി ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ പിള്ളേർ. മോൻ നോർമൽ സൈക്കിളായിരുന്നു യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അവൻ MS ആണ് ചെയ്തിരിക്കുന്നത്, മെറ്റീരിയൽ സയൻസിൽ. അപ്പോൾ ഇന്ന് കോൺവൊക്കേഷൻ ഡേ ആണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാജേഷേട്ടനും വരാനിരുന്നാണ്, വരാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 8 മണി ആയപ്പോൾ തന്നെ പേരൻസിൻ്റെ ഒരു ലോങ് ക്യൂ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ കുട്ടികളാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ വന്ന് ക്യൂ നിന്ന് ആദ്യമേ തന്നെ ഇരിക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്യുമല്ലോ. പക്ഷേ ആദ്യമേ ഇരുന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇവരുടെ ഈ കോൺവൊക്കേഷൻ സെറിമണി വെച്ചിരുന്നത് ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമുക്ക് റിസർവ് ചെയ്തിടാനും പറ്റത്തില്ല. ആരെങ്കിലും വരുമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സീറ്റ് പിടിച്ചിടാൻ അവർ സമ്മതിക്കത്തില്ല കേട്ടോ. അവർ പറയുന്നത് സോറി മാം, അതിവിടെ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഇവർ സ്റ്റോൾ വെച്ചിട്ടുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേർക്ക് ബൊക്കെ കൊടുക്കണമെങ്കിൽ, ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ വരുന്നവരൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ സ്റ്റോൾസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ക്രീനിങ് നടന്നിട്ടാണ് അകത്തോട്ട് ചെല്ലുന്നത്. empty വാട്ടർ ബോട്ടിൽസ് കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് റീഫിൽ ചെയ്യാം വാട്ടർ. പിന്നെ ജ്യൂസും അതൊക്കെ സ്റ്റോൾസിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം തന്നെ, നമ്മൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആ സീറ്റിൽ ആരെങ്കിലും വന്നിരുന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. മോനും ഗോപുവും പിള്ളേരും ഒക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത് ഹോട്ടലിൽ നിന്ന്. അവരെ പിള്ളേരെ ഒന്ന് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്ന് അവിടെ ഇങ്ങനെ ഫസ്റ്റ്, അതായത് ആദ്യത്തെ റോയിൽ നിന്ന് അതിൻ്റെ 2ാമത്തെ റോയിൽ എനിക്ക് സിറ്റ് കിട്ടി കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന റോസ് എല്ലാം പിള്ളേർക്ക് വന്നിരിക്കാനുള്ള ആ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ അനൗൺസ്മെൻറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു വൈബ്. അതായത് നമ്മുടെ 2 വർഷം പിള്ളേർ പഠിച്ചിട്ട് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആവുകയാണല്ലോ. ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുന്നതിൻ്റെ എനിക്കൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഈ സമയത്ത് രാജേഷേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്തു. ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഞാൻ ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നടന്നില്ല. സാരമില്ല, നമ്മൾ ലൈവായിട്ട് അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് അവർക്ക് കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം കുട്ടികൾ വന്ന് ഈ ഗ്രാജുവേഷൻ സെറമണിക്ക് വന്നിട്ട് സ്റ്റേജിൽ കൂടെ അവരുടെ പേര് വിളിക്കുമ്പോൾ വരും. ആ ബിഗ് സ്ക്രീനിൽ ഫുൾ കാണാൻ പറ്റും. നമ്മൾ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ. അടുത്താണെങ്കിലും ഇങ്ങനെ ഭയങ്കര. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ട്രബിൾ ചെയ്യുന്ന ഫോട്ടോ എടുക്കാനായിട്ട് അതിപ്പോൾ കൂടുതലും ഇന്ത്യൻസ് ആണ് കേട്ടോ. എണീറ്റ് നിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല അതുപോലെ ഫോട്ടോ എടുക്കാൻ. ഒത്തിരി ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. നമ്മൾക്കതുകൊണ്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട് പുറകെ ഇരിക്കുന്നവരൊന്നും ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും ഇരിക്കാതെയൊക്കെ കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
walk right in front of the people that are graduating. How rude to everybody else. How rude to everybody else. Absolutely ridiculous. I need you to leave this area. Go. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് ആ സമയം വന്നു. അവൻ്റെ പേര് വിളിച്ചു. പക്ഷേ എനിക്ക് ആ സമയമായപ്പോഴത്തേനും ഓവർ ഹീറ്റായിട്ട് ഫോൺ ഓഫായിപ്പോയി കേട്ടോ. ഫോൺ എടുക്കാനേ പറ്റുന്നില്ലായിരുന്നു. അത് അത്രയ്ക്ക് ഹീറ്റായിരുന്നു. എങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ ബിഗ് സ്ക്രീനിൽ മോൻ വന്ന് നിൽക്കുന്ന ആ വീഡിയോ എടുക്കാനായിട്ട് ശരിക്കും എനിക്ക് പറ്റിയില്ല. ഈ സെയിം ഗോപുവിൻ്റെ ഫോണിന് സംഭവിച്ചു. ഐഫോൺ ആയിരുന്നു, പക്ഷേ അത് ഓഫായിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഗോപുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അവിടെയുള്ള സാൻഡിയേഗോയിലുള്ള ഫ്രണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നൊരു ഫാമിലി, അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു ദിവസം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പോരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ക്യാമ്പസിൽ ടൂർ നടത്താമെന്ന് പറഞ്ഞ് ഞാനും മോനും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷട്ടിൽ സർവീസ് ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഫ്രീ ആണ് കേട്ടോ, സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട്. അപ്പം നമ്മൾ പേരൻസ് നമുക്കും ഫ്രീ ആണ്. അതിൽ കയറിയിട്ട് നമുക്ക് ഫുൾ ക്യാമ്പസിൻ്റെ ടൂർ നടത്താം. ഇവരുടെ ബീച്ചിൻ്റെ അവിടം വരെ പോകുന്ന ഓഷ്യനോഗ്രഫി, അതായത് അതിനെക്കുറിച്ച് പഠിക്കുന്ന അവിടുത്തെ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഈ ബസ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഷട്ടിൽ എടുക്കാം. അങ്ങനെയാണ്. പിന്നെ അവർക്ക് അവരുടെ മെയിലൊക്കെ വരുന്ന ഒരു മെയിൽ ബോക്സ് അവിടെ ഉണ്ട്. അവിടെ നമ്മൾ തുറന്ന് മെയിൽ എടുക്കാം. അങ്ങനെയാണ്. ഇവർ സിസ്റ്റം ഭയങ്കര അഡ്വാൻസ്ഡ് സിസ്റ്റമാണ്. വന്നു ബസ് ഇറങ്ങി, നല്ല ബസ്സസും നല്ല കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ. എങ്ങോട്ട് പോകണമെങ്കിലും അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഫസ്റ്റ് അതിൻ്റെ എൻട്രൻസ് ഇത് 2000 ഏക്കറിലിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഫുൾ ടൂർ എടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും മെയിൻ സംഗതികളൊന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ കാണാനായിട്ട് ഇങ്ങനെ മെയിൻ ഗേറ്റിലൂടെ കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ലെക്ചർ ഹോൾ, ഏതെങ്കിലും ഒരു ലെക്ചർ ഹോള്, മിക്ക ലെക്ചർ ഹോളും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലെക്ചർ ഹോളിൽ പോയി അത് ആ ലെക്ചർ ഹോളൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയപ്പം അതിനകത്ത് ലൈറ്റില്ല. പിന്നെ ആ മോനകത്ത് കയറി ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ടു. അതെല്ലാം അടഞ്ഞു കിടക്കുവാണല്ലോ. ഇപ്പോൾ ക്യാമ്പസ് എല്ലാം അടച്ച് പിള്ളേരുടെ എല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോയല്ലോ. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ഗ്രാജുവേഷൻ്റെ. ഇന്നലെ, അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ദിവസത്തെ. അങ്ങനെ ലെക്ചർ ഹോള് കണ്ടു. നമ്മുടെ IIT ക്യാമ്പസിലൊക്കെ ലെക്ചർ ഹോള് പോലെ എനിക്ക് തോന്നി. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ നല്ല ലെക്ചർ ഹോൾസും അങ്ങനെ ജസ്റ്റ് അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ. അപ്പോൾ പിന്നെ ഇവരുടെ ക്യാമ്പസിൽ എല്ലാം ഉണ്ട് കേട്ടോ. അതായത് ടാർഗറ്റ്, അതായത് ഒരു നമ്മുടെ ബിഗ് ബസാറൊക്കെ പോലത്തെ ടാർഗറ്റ്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, റിലാക്സിങ് സ്പേസസ്, ബുക്ക് സ്റ്റോഴ്സ്, പിന്നെ അങ്ങനെ ഫുൾ എന്തൊരു സാധനം വേണമെങ്കിലും ഈ ക്യാമ്പസിനകത്ത് കിട്ടും കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ലൈബ്രറിയൊക്കെ പിന്നെ അടിപൊളിയാണ് കേട്ടോ ലൈബ്രറിയൊക്കെ. ഇത് ടാർഗറ്റ് എന്ന് പറഞ്ഞ ഇവിടുത്തെ നല്ല വലിയൊരു ചെയിനാണ്. അവരുടെ ഒരു ഫുൾ വലിയ സ്റ്റോർ അവിടെയുണ്ട്. ടാർഗറ്റിൽ നമ്മൾ കയറിയില്ല, ബുക്ക് സ്റ്റോറിൽ നമ്മൾ കയറി. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാനൊരു സാൻഡിയേഗോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഒരു സുവനീർ വാങ്ങിച്ചതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വാങ്ങിച്ചിട്ട് അതേപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. കുറച്ചൊക്കെ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ 3:30 മോനൊരു മീറ്റിംഗ് ഉണ്ട് അവിടുത്തെ പ്രൊഫസറായിട്ട് ലാസ്റ്റ്. അപ്പോൾ ആ സമയം വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടുന്ന് തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ബീച്ചിലും കൂടെ പോയിട്ട്, ഇതും കണക്ടിവിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഓഷ്യനോഗ്രഫി അവരുടെ റിസർച്ച് ടെക്നോളജിയാണ് അവിടെയൊക്കെ ഉള്ളതാണ്. അങ്ങോട്ടൊക്കെ ഈ ക്യാമ്പസിൻ്റെ ഏരിയ തന്നെയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഇതുകൊണ്ട് ഹാമൊക്കെ ഇട്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം ഇവിടെ റിലാക്സ് ചെയ്യാണ്. അങ്ങനെ അപ്പോൾ അങ്ങോട്ട് നമുക്ക് ബീച്ചിലും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചാൽ ക്രൂസ് എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഗോപു ഒക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ ടൂർ എടുക്കുന്ന ദിവസം അവർ രാവിലെ സിംഗപ്പൂരിന് പോയി. സിംഗപ്പൂരിൽ നിന്ന് അവർ ഇന്ത്യ പോവും.
ഞാനും മോനും കൂടെ തിരിച്ച് നമ്മുടെ ഷിക്കാഗോയിലോട്ട് തിരിച്ചു പോരും കേട്ടോ. അതാണ് പ്ലാൻ. അതായത് ഞങ്ങൾ ഇന്ന് പകലും കൂടെ ഇവിടെയുണ്ട്. ഇവിടെ ക്യാമ്പസ് ടൂറൊക്കെ നടത്തി ഞാൻ പറഞ്ഞ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് രാത്രി ഞങ്ങൾ 3 മണി, രാത്രി നാളെ വെളുപ്പിനെ 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഞങ്ങൾ 6 മണിക്കാണ് ഫ്ലൈറ്റ്. നാളെ ഞങ്ങൾ ഷിക്കാഗോയിലെത്തും കേട്ടോ. ഇവിടുന്ന് നമ്മൾ സാൻഡിയാഗോയിൽ നിന്ന് ഷിക്കാഗോ വരെ 3.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ്. 2 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ സാൻഡിയാഗോയിൽ 10:30 ആകുമ്പോൾ ഷിക്കാഗോയിൽ 12:30 ഈ ലീഫ് കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയി കുറച്ച് നേരം നടന്നപ്പം അവൻ പറഞ്ഞു, വാ എൻ്റെ കഫറ്റേറിയയിൽ ഞാനൊന്ന് കയറട്ടെ. അവൻ കുറച്ച് ഇമോഷണലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ ആണല്ലോ ഇന്നിവിടെ. അപ്പോൾ സാറിനെ കാണണം, അവൻ്റെ പ്രൊഫസറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാറ് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. നല്ലൊരു സാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ. അതിൽ നടന്നിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഒരു ഫീലുണ്ട്, ഒരു ഗുഡ് ഫീലാണ്. അങ്ങനെ നടന്ന് ലൈബ്രറിയും അവിടുത്തെ ഏരിയസിലൂടെ ഒക്കെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് അവിടെ നമുക്ക് പിസ്സയും ഞങ്ങൾ കഴിച്ചു. അവിടുത്തെ പിസ്സ അവന് കഴിക്കണം ലാസ്റ്റായിട്ടെന്ന് പറഞ്ഞിട്ട്. പിസ്സ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡ്രിങ്ക്സ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഫാൻറ്റ വാങ്ങിച്ചു. അത് നമ്മൾ അവിടെ നിന്ന് കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് റീഫിൽ ചെയ്യാം. ഫാൻറ്റ, കൊക്കക്കോള കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ, ലെമണേഡ്. അത് ഏത് വേണമെങ്കിലും നമുക്ക് റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ പിസ്സ തീരുന്ന അവിടെ ആയിരിക്കുന്ന സമയം മുഴുവൻ നമുക്ക് റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം, ഫ്രീ ഓഫ് കോസ്റ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി കേട്ടോ. വെള്ളം നമ്മൾ വാങ്ങിക്കുന്നതിലും എളുപ്പം ഇവിടെ കോക്കോ അല്ലെങ്കിൽ ബാക്കി സ്പ്രൈറ്റ് ഇതൊക്കെ വാങ്ങിക്കേണ്ടത്, ഇതൊക്കെ ആ സെയിം റേറ്റാണ്. അങ്ങനെ അവിടെ കൂടെ നടക്കുകയാണ്. ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് പിള്ളേർ, ഇത് റെൻറ്റിനും എടുക്കാം, സ്വന്തമായിട്ടും വാങ്ങിക്കാം. എല്ലായിടത്തും സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര നല്ല രസമാണ്. എന്ത് ബാലൻസ് ചെയ്തെന്നറിയാം പിള്ളേർ പോകുന്നത്. നമുക്ക് ചിലർ 2 പേര് ട്വിന്നിങ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ 2 പേരും കൂടെയൊക്കെ പോകുന്നതാണ് ഇതിലിങ്ങനെ. അങ്ങനെ നമ്മൾ ആ ലൈബ്രറിയുടെ മെയിൻ പാർട്ടും പിന്നെ വേറെ കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ പിസ്സയൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞത്.
മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചതുപോലെ ഷട്ടിൽ എടുത്തിട്ട് ബീച്ചിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേന് സമയം ഒരു 3 മണിക്കായിരുന്നു എൻ്റെ മീറ്റിംഗ്. 3:30 കഴിഞ്ഞു. അരമണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷട്ടിൽ എടുത്തിട്ട് ബീച്ചിലോട്ട് പോകും. ബീച്ചിലോട്ട് പോയിട്ട് പിന്നെ അതേ ഷട്ടിൽ തന്നെ ഏതോ 5:45 വരെ എങ്ങാണ്ട് ലാസ്റ്റ് ഷട്ടിൽ ഇന്നുള്ളൂ. കാരണം ഇത് ഇവരുടെ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞിട്ട് പിള്ളേരുടെ ക്ലാസ്സസ് കഴിഞ്ഞപ്പം ഷട്ടിലിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് മെയിൻ റോഡിലേക്ക് വരികയാണ് കേട്ടോ. ഇത് നടന്നാലും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലൊരു ക്യാമ്പസ് ആയിരുന്നു. കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടു. അപ്പം വീൽ ചെയർ കയറ്റുന്നവർക്ക് വേറെ സ്പെഷ്യൽ ബസ് സ്റ്റോപ്പും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്യാമ്പസും അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റീസും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബസ് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്റ്റുഡൻസിന് വേണമെങ്കിലും ഓടിക്കാൻ പറ്റും. അതായത് റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസും അവരൊക്കെ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലിയല്ല, ക്യാമ്പസിനകത്തെ ജോലികൾ ചെയ്യാം. അപ്പം സ്റ്റുഡൻറ്റ് തന്നെയാണ് കേട്ടോ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു തിരിച്ചുള്ള ഷട്ടിൽ എപ്പോഴാണ് ഇന്ന് ലാസ്റ്റ് ചെയ്ത് 5:45 ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് അപ്പം ഞങ്ങൾ ഓർത്ത് ആ സമയം കൊണ്ട് ഇത് 5:45 ആകുമ്പോൾ തിരിച്ചു വരുമല്ലോ. 5 മണിക്ക് നമ്മൾ അവിടെ എത്തി. എന്നിട്ട് 5:45 തിരിച്ചു വരുമ്പോഴത്തേന് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതിൽ നടന്നു പോയി എന്തൊരു രസമാണെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ക്രൂസ് എടുക്കാനും പറ്റില്ല. അതും എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. സൈറ്റ് സീയിങ് ക്രൂസ് 2 മണിക്കൂറിനൊക്കെ കിട്ടിയേനെ. നമുക്ക് ആ സമയം മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പറ്റില്ല കേട്ടോ. ഇത് നല്ലൊരു പിള്ളേരെല്ലാം ഈ ഗ്രാജുവേഷൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് കുറച്ച് ക്ലൗഡിയാണ് കേട്ടോ. അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അന്ന് ഞങ്ങൾ ചെന്നപ്പോഴും കുറേ പിള്ളേർ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ പോയി ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരും. അതുപോലെ തന്നെ ബെഞ്ചിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിലും ഈവനിങ് ഒക്കെ സൺസെറ്റ് കാണാം. നല്ല രസമാണ് കേട്ടോ. ഇവിടെ റോസ് വളരുന്നതിന് ഒരു കയ്യും കണക്കില്ല കേട്ടോ. റോസ് ചെറിയ കാട് പോലെയാണ് എല്ലാ കളറും റോസ് വളരുന്നത് കേട്ടോ എല്ലാ സ്ഥലത്തും. അപ്പോൾ US എല്ലായിടത്തും ഞാൻ ഈ സീസണിൽ റോസ് കണ്ടു കേട്ടോ. ചുമ്മാ അതിനൊത്തിരി കെയർ പോലും വേണ്ട. ഇങ്ങനെ ആ ഫുൾ പിങ്ക് കളർ ദൂരെ കാണുന്ന മുഴുവൻ റോസാണ് കേട്ടോ. അതുപോലെ ഞങ്ങളിവിടെ സീക്കകത്തോട്ട് സീയുടെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് വന്ന സ്ഥലത്ത് അവിടെ നോക്കിയപ്പോൾ ഫുൾ സൈഡിലെല്ലാം റോസ്, ഇഷ്ടം പോലെ റോസ്. ഞാനതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കി കേട്ടോ. വലിയ സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു 3-4 ദിവസം ഇതുപോലെ നിൽക്കുകയും ചെയ്യും. ഭയങ്കര ബഞ്ചായിട്ടുണ്ടായി കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ സീയൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സാന്റിയാഗോയിലെ ലാസ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഫുൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മൂവ് ചെയ്യുകയാണല്ലോ ഇവിടുന്ന്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വേണ്ടാത്തതെല്ലാം റിമൂവ് ചെയ്തു. നീഡികൾക്ക് മീൻസ് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കണ്ടു എല്ലാം പാക്ക് ചെയ്ത് രാത്രിയിലെല്ലാം വെച്ചു. 3:45 ഊബർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് തിരിച്ച് ഷിക്കാഗോയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാം കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. കാക്കപ്പാടെ 2 പെട്ടി മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡൊണേറ്റ് ചെയ്തു. പിന്നെ അവിടെ വേറെ താമസിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് കുക്കറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം വെച്ച് നമ്മുടെ ഇവിടുത്തെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഷിക്കാഗോയിൽ നിന്നുള്ള വ്ളോഗ്സ് ആയിരിക്കും കേട്ടോ. ഞാൻ അവിടെ ഇനി 1 മാസം കൂടെ ഉണ്ട്. അപ്പോൾ ഞാനും മോൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിൽ പോകുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗോവൊക്കെ പോയപ്പോൾ അവരുടെ നാട്ടിലോട്ട് അങ്ങ് പോയേനെ. പക്ഷേങ്കിൽ ഇപ്പോൾ മോൻ്റെ കൂടെ 1 മാസം നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മോനും മാത്രമാണ് ഇനി അവിടെ വീട്ടിൽ നിൽക്കാൻ പോണത്. അപ്പോൾ ഇനി അവിടെ നിന്നുള്ള കാമായിട്ടും ക്വയറ്റായിട്ടുള്ള കുറേ വീഡിയോസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Bye bye, Lakshmi.